സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. ദൈവത്തെ പ്രത്യാശ വയ്ക്കുക, ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സങ്കീർത്തനം 42 എൻ്റെ 5-ാമത്തെ വാക്യം. ശാരീരികമോ മാനസികമായ കഷ്ടതകൾ നമ്മെ പലപ്പോഴും നിരാശയുടെ പഴുവിലേക്ക് വലിച്ചിട്ടേക്കാം. ഉന്മേഷത്തിനായുള്ള നമ്മുടെ കാത്തിരിപ്പിൽ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിൻ്റെയും അനന്തമായ ശക്തിയുടെയും ഓർമ്മപ്പെടുത്തലൊക്കെയായി നാം ദാഹിക്കുന്നു. സങ്കീർത്തനം 42:1-3 വാക്യം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്കും മറ്റുള്ളവർക്കുമായി കടന്നു വന്ന എണ്ണമറ്റ സമയങ്ങളെ നാം ഓർത്താൽ ഇപ്പോഴത്തെ സാഹചര്യം എത്ര മോശമായിരുന്നത് നമ്മുടെ പ്രതീക്ഷ ദൈവത്തിൽ ഭദ്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. വാക്യം 4-6 വാക്യം. തെറ്റായ മനോഭാവങ്ങളോ പ്രയാസമേറിയ സാഹചര്യങ്ങളോ നമ്മുടെ കാഴ്ച മറയ്ക്കുമ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിപ്പാനും വചനം വായിപ്പാനും അവിടുത്തെ വിശ്വസ്തയിൽ ആശ്രയിപ്പാനുമായി അവൻ നമ്മെ ക്ഷണിക്കുന്നു. വാക്യം 7-11. നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഇരുൾ നിറഞ്ഞ ദിവസങ്ങൾക്ക് മേൽ പ്രതീക്ഷയുടെ മഴപുല്ലുകൾ കാണുവാൻ ഇടയാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എപ്പോഴാണ് തെറ്റായ മനോഭാവം നിങ്ങൾ കാഴ്ചയെ വിപരീതമായി വായിച്ചിട്ടുള്ളത്? നിങ്ങൾ പ്രതീക്ഷ ദൈവത്തിൽ കേന്ദ്രീകരമാകും നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിക്കാം? പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, എൻ്റെ ആത്മാവിന് ഉന്മേഷം തരുന്നതിനും ദയമായുള്ള എൻ്റെ അപേക്ഷയെ പ്രതീക്ഷ നിറഞ്ഞ സ്തുതികളാക്കുവായിരുന്നു. നന്ദി. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.